മച്ചന്മാരെ വമ്പൻ ആറ്റുവാളുകളുടെയും വാഹകളുടെയും ചെറുമീനുകളുടെയൊക്കെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ കയത്തിലാണ് നമ്മളിന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. നല്ല ആഴമുള്ളൊരു ഭാഗമാണിത് പുഴയുടെ. മച്ചന്മാരെ ആറ്റുവാള വേട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിൽവർ സ്പൂളൂറുകളാണിത്. ഇതിൻ്റെ നിഴൽ കണ്ടാൽ മതി, വമ്പ ആറ്റുവാളുകൾ പറന്നടിക്കും. ഇതിൽ ഏത് സ്പോട്ടിൽ നമുക്കിത് പ്രയോഗിക്കാനായിട്ട് പറ്റും. മച്ചന്മാരെ നമ്മൾ ഈ സിൽവർ സ്പൂളൂർ ഉപയോഗിച്ചാണ് ഇവിടെ ആറ്റുവാള വേട്ട നടത്താനായിട്ട് പോകുന്നത്. ഒരു ചെറിയ ലീഡർ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാൻറ്റ സ്നാപ്പറിൻ്റെ റോഡും അതുപോലെ തന്നെ ഒക്കുമ്മയുടെ സഫീന പ്രോ എന്ന് പറഞ്ഞ റീലുമാണ് ഉപയോഗിക്കുന്നത്. ആറ്റുവാളകൾ നല്ല നിൽക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണിത്. നല്ലൊരു ആഴമുണ്ട് പുഴയുടെ ഈ ഭാഗത്തിന്. അതുപോലെ തന്നെ ഒരു വളവും കൂടെ കൂടിയുള്ള ഏരിയ ആണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് എപ്പോഴും മീനിൻ്റെ ആക്ടിവിറ്റി കാണാനും പറ്റും. ചെറിയ തൂളി, പരല്, വയമ്പ് പോലുള്ള മീനുകളെ ഈ ആറ്റുവാളകൾ പ്രധാനമായിട്ട് ആഹാരമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പൂൺ ലൂറ് റിട്രീവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്ഷൻ ശരിക്കും ഒരു തൂളിയും വയമ്പും പരലൊക്കെ വെട്ടി വരുമ്പോഴാണ്. അത് കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആറ്റുവാളകളൊന്നും വെറുതെ ഇരിക്കത്തില്ല. ആറ്റുവാള മാത്രമല്ല, ചെറുമീൻ്റെയും വരാലിൻ്റെയും ഒക്കെ സ്ട്രൈക്ക് നമുക്ക് ഈ സ്പൂൺ ലൂറിൽ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വാഹയും വന്നടിക്കാറുണ്ട്. അത് ഈ പ്രൊഡേറ്റർ മീനുകളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. അവർ ചലനമുള്ള ജീവികളെ മാത്രമാണ് കൂടുതലും അറ്റാക്ക് ചെയ്യുക. ശരിക്കും നമ്മൾ ഈ സ്പൂൺ ലൂർ റിട്രീവ് ചെയ്യുമ്പോൾ ഒരു അപകടം പറ്റിയ തൂളിയോ വയമ്പൊക്കെ വെട്ടി വരുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിനകത്ത് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളൊരു സ്ട്രൈക്ക് പ്രതീക്ഷിച്ചാണ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം ദൂരത്തേക്കൊന്നും നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം അടുത്തടുത്ത് കാസ്റ്റ് ചെയ്യുക, എന്നിട്ട് മീൻ്റെ സ്ട്രൈക്ക് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. നല്ല തിളക്കമുണ്ട് ഇതിന്. വെള്ളത്തിലൂടെ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും വെട്ടിത്തിളങ്ങിയാണ് ഇത് വരുന്നത്. ഈ തിളക്കമൊക്കെ മീനുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. അടുത്തിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും മീനുകൾ പെട്ടെന്ന് ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു കൊമ്പനെ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ലീഡർ ലൈന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്പൂൺ ലൂറിൻ്റെ അടിഭാഗത്ത് ഒരു റെഡ് കളർ നമുക്ക് കാണാം. ഇതൊരു ടെയിൽ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. മീനുകൾ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ടെയിൽ നോക്കിയായിരിക്കും. അപ്പോൾ ഈ റെഡ് കളറ് മീനിൻ്റെ ടെയിലാണെന്ന് കരുതി ഹുക്കിനോട് ചേർന്ന ഭാഗത്താണ് നമ്മൾ ആ ടെയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടി കറക്റ്റായിട്ട് ആ ഹുക്ക് കിട്ടാനും ഇത് സഹായിക്കും. നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേണമെങ്കിലും നമുക്കൊരു ചിമിട്ടൻ ആറ്റുവാളയുടെ അടി ചൂണ്ടായി പ്രതീക്ഷിക്കാം. ഇവിടെ ആഴം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പണിയാണ്. അധികം അടുത്തിട്ടിലേക്ക് പോയി നമ്മുടെ സ്പൂൺ ലൂർ ഉടക്കിപ്പോയാൽ 8ൻ്റെ പണിയാവും.